അല്ല, ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യണം. അത് ചെയ്യണം വിത്ത് എവിഡൻസ്. ഈ രാജ്യത്തെ എത്ര തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്? ഈ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിൻ്റെ തെരഞ്ഞെടുപ്പ് വരെ റദ്ദാക്കിയിട്ടില്ലേ? അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ കൈവശത്തിലോ ഇനി കോൺഗ്രസിൻ്റെ കൈവശത്തിലോ ഡൽഹി ഇലക്ഷനിൽ വല്ല തിരിമറിയും നടന്നിട്ടുണ്ട് എന്ന് തെളിവുകളുണ്ടെങ്കിൽ ഡൽഹി ഹൈക്കോടതിയെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത് ഇന്നലെയാണ്. ഇന്നലത്തെ തീയതി ഫെബ്രുവരി 8. മാർച്ച് 8-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുക. അത് മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് കേസ് കൊടുക്കാം, അദ്ദേഹത്തിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റിനും കേസ് കൊടുക്കാം. അതല്ലാതെ മറ്റു മാർഗങ്ങൾ അതില്ല. പിന്നെ നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഒമർ അബ്ദുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിൽ ജയിച്ച് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന ഒമർ അബ്ദുള്ള പറഞ്ഞൊരു കാര്യമുണ്ട് കോൺഗ്രസ്സുകാരോട്, അത് നിങ്ങൾക്കും ബാധകമാണ്. ഈ തോൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെയും കുറ്റം പറയരുത്. ഈ തോൽക്കുമ്പം മാത്രമുള്ള കുറ്റം പറയൽ അത്ര നല്ല സ്വഭാവമല്ല എന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആ പ്രസ്താവനയ്ക്ക് ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. എന്നിട്ട് നിങ്ങൾക്ക് പരാതി തീരുന്നില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാം എന്ന പോയിന്റ് താങ്കൾ മുന്നോട്ട് വെക്കുന്നത് അവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് നിങ്ങൾ ജയിച്ചപ്പോൾ ഉയർന്നു വരുന്ന ഈ ആരോപണങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കുള്ള മറുപടി എന്താണ് എന്നാണ്. ഇപ്പോൾ കമ്മീഷനെ സമീപിക്കാനോ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കാനോ ഉള്ള സാധ്യതകളെ കുറിച്ച് അവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇവിടെ ഇപ്പോൾ 2020 മുതൽ 2024 വരെ 37,000-ഓളം ആളുകളുടെ വോട്ട് കുറയുന്നു. 27% ആളുകൾക്ക് ഒറ്റയടിക്ക് വോട്ട് കുറയുന്നു. ആകെയുള്ള 4-ൽ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ വരുന്നു. കഴിഞ്ഞ തവണ എത്ര വോട്ടിനാണോ കെജ്രിവാൾ ജയിച്ചത് അത്രയും വോട്ടുകൾ, അതാണ്ട് അത്രയും വോട്ടുകൾ വെട്ടിമാറ്റപ്പെടുന്നു. 4000 വോട്ടിന് കെജ്രിവാൾ തോൽക്കുന്നു. അപ്പോൾ അതിനകത്തുള്ള അന്വേഷണ സംഗതികളെ ചൂണ്ടിക്കാണിക്കുന്നു ആം ആദ്മി പാർട്ടി. എന്ന് വെച്ചാൽ ഇത്രയും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പാടില്ല. ആപ്ലിക്കേഷൻ കൊടുത്തത് മുഴുവൻ നിങ്ങളാണ്, നിങ്ങളുടെ ഭാഗത്താണ് ബൾക്ക് ആപ്ലിക്കേഷൻ വന്നത്. ഒരാൾ തന്നെ പല തവണയായി ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നു. ഇവയൊന്നും പരിഗണിക്കപ്പെട്ടില്ല. 3000 പേജുള്ള തെളിവുകൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷവും അവ എക്സാമിൻ ചെയ്യപ്പെടുകയോ അതിന്മേലുള്ള തുടർ നടപടി ഉണ്ടാവുകയോ ചെയ്തില്ല. അതിൻ്റെ എല്ലാം ബെനഫിഷ്യറി BJP ആണ് എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം എന്നിരിക്കെ അതിൻ്റെ മെറിറ്റിലേക്ക് കടക്കാൻ നിങ്ങൾക്കൊരു ബാധ്യതയുമില്ല എന്നാണോ BJP കരുതുന്നത്? പരാതിയുള്ളവർ കോടതിയിൽ പോട്ടെ, ഞങ്ങൾ ഉത്തരം പറയില്ല എന്നാണോ? ഞങ്ങളെന്ത് ഉത്തരം പറയാൻ? ഇതിപ്പോൾ സ്ഥിരം പരിപാടിയല്ലേ. എത്ര കാലമായി തുടങ്ങിയിട്ട്. തോറ്റു കഴിഞ്ഞാൽ ഉടനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും EVM-നും കുറ്റം. ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ഒരു ദിവസമാണ് ഇലക്ഷൻ വോട്ടെണ്ണിയത്. ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം ജയിച്ചു, മഹാരാഷ്ട്രയിൽ NDA ജയിച്ചു. കുറ്റം മഹാരാഷ്ട്രയിലെ വോട്ടിംഗ് മെഷീന് മാത്രം. ഹരിയാനയിലും ജമ്മു കാശ്മീരിലും ഒരു ദിവസമാണ് വോട്ടെണ്ണിയത്. ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യം ജയിച്ചു, ഹരിയാനയിൽ BJP ജയിച്ചു. അപ്പോൾ കുറ്റം ഹരിയാനയിലെ വോട്ടിംഗ് മെഷീന് മാത്രം. ജമ്മു കാശ്മീരിലെ വോട്ടിംഗ് മെഷീൻ നല്ല വോട്ടിംഗ് മെഷീൻ, ജാർഖണ്ഡിലെ വോട്ടിംഗ് മെഷീൻ നല്ല വോട്ടിംഗ് മെഷീൻ, തെലുങ്കാനയിലെ വോട്ടിംഗ് മെഷീൻ നല്ല വോട്ടിംഗ് മെഷീൻ, കർണാടകത്തിലെ വോട്ടിംഗ് മെഷീൻ നല്ല വോട്ടിംഗ് മെഷീൻ, കർണാടകത്തിലെ ഇലക്ഷൻ കമ്മീഷൻ നല്ല കമ്മീഷൻ, തെലുങ്കാനയിലെ ഇലക്ഷൻ കമ്മീഷൻ നല്ല കമ്മീഷൻ, കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ നല്ല കമ്മീഷൻ, നല്ല വോട്ടിംഗ് മെഷീൻ. ഇവർ തോൽക്കുന്നിടത്തൊക്കെ മാത്രം മോശം. അതാ പറയുന്നത്. ഇതൊക്കെ എന്താ പറയുക, പരിഹാസ്യരാവണ്ട. ഇവർ സ്വയം പരിഹാസ്യരാവണ്ട. നിങ്ങൾക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ അത്രയ്ക്കൊക്കെ വലിയ തെളിവൊക്കെ ഉണ്ടെങ്കിൽ ചെല്ലുക, നിങ്ങൾ കോടതി ചെല്ലുമെന്ന്. ഡൽഹി ഹൈക്കോടതി BJPയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന BJPയുടെ പോഷക സംഘടനയൊന്നും അല്ല.